ഒഡീഷ തീരത്തു നിന്നും ഏകദേശം 240 നോട്ടിക്കൽ മൈൽ അകലെ ആഴക്കടലിൽ പനാമ പതാക വഹിച്ച കൂറ്റൻ ചരക്ക് കപ്പൽ മുങ്ങി വൻ അപകടം. 1700 ടൺ ഇരുമ്പയിരുമായി സഞ്ചരിക്കുകയായിരുന്ന MV ഓഷ്യൻ മിന്നർ എന്ന ചരക്ക് കപ്പലാണ് ബംഗാൾ ഉൾക്കടലിൽ മുങ്ങിയത്. 20 ചൈനീസ് പൗരന്മാരും 3 മ്യാൻമർ സ്വദേശികളും ഒരു ബംഗ്ലാദേശ് പൗരനും ഉൾപ്പെടെ 24 ജീവനക്കാരാണ് അപകടത്തിൽപ്പെട്ട കപ്പലിൽ ഉണ്ടായിരുന്നത്. കപ്പലിലുണ്ടായിരുന്ന ജീവനക്കാരുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് ഇതുവരെ വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. അപകട വിവരം പുറത്തുവന്നതോടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ഇന്ത്യൻ നാവികസേനയും സംയുക്തമായി വൻ രക്ഷാപ്രവർത്തനവും തെരച്ചിലും ആരംഭിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 20 രാത്രി 10:30 ഒഡീഷയിലെ തന്ത്രപ്രധാനമായ പാരാദ്വീപ് പോർട്ടിൽ നിന്നും 1700 ടൺ ഇരുമ്പയിരുമായി കപ്പൽ സിംഗപ്പൂരിലേക്ക് യാത്ര തിരിച്ചത്. എന്നാൽ ഓഗസ്റ്റ് 22 രാവിലെ 11:48 കപ്പലുമായുള്ള ആശയവിനിമയം പൂർണ്ണമായും നഷ്ടപ്പെടുകയായിരുന്നു. വിക്ടറി സ്റ്റാർ ഗ്രൂപ്പ് കോക്ക് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് കപ്പൽ പ്രവർത്തിപ്പിച്ചിരുന്നത്. ശ്രീവിജയപുരത്തെ മാരിടൈം റെസ്ക്യൂ കോർഡിനേഷൻ സെന്ററിലേക്ക് കപ്പലുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടുവെന്ന അടിയന്തര സന്ദേശം എത്തിയതിന് പിന്നാലെയാണ് ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ ഉണർന്ന് പ്രവർത്തിച്ചത്. പാരദ്വീപ് പോർട്ടിൽ നിന്നും ഏകദേശം 200 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് കപ്പലിൽ നിന്നുള്ള അവസാന സന്ദേശം ലഭിച്ചത്. ഇതിനുശേഷമാണ് കപ്പൽ അപകടത്തിൽപ്പെട്ട് മുങ്ങിയതായി സ്ഥിരീകരിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് വിവരങ്ങൾ ലഭിച്ചയുടൻ തന്നെ കോസ്റ്റ് ഗാർഡിന്റെ വരാദ്, അൻമോൾ എന്നീ 2 പ്രധാന കപ്പലുകൾ സംഭവസ്ഥലത്തേക്ക് തിരിച്ചു. കൂടാതെ ശ്രീവിജയപുരത്ത് നിന്നും വിജയ്ത് എന്ന മൂന്നാമതൊരു കപ്പലും റെസ്ക്യൂ ഓപ്പറേഷനെ സഹായിക്കാനായി വിന്യസിച്ചിട്ടുണ്ട്. ജീവനക്കാരിൽ എത്ര പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചുവെന്ന കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായ വിവരമില്ലെന്ന് മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നുണ്ട്. ആഴക്കടലിൽ കപ്പൽ മുങ്ങിയ മേഖലയ്ക്ക് സമീപത്തുകൂടി കടന്നുപോകുന്ന മറ്റ് വിദേശ ഇന്ത്യൻ കപ്പലുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരന്തത്തിൽപ്പെട്ടവരെ കണ്ടെത്താൻ ഈ കപ്പലുകളുടെയും സഹായം തേടിയിട്ടുണ്ട്. അടിയന്തര സഹായം എത്തിക്കാൻ ആൻഡമാൻ നിക്കോബാർ യൂണിറ്റാണ് നിലവിൽ പ്രധാനമായും തെരച്ചിൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. പാരാദ്വീപ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ സഞ്ജയ് നേഗി നൽകുന്ന വിവരമനുസരിച്ച് രക്ഷാപ്രവർത്തനത്തിനുള്ള പ്രത്യേക സന്നാഹങ്ങൾ കൂടുതൽ വേഗത്തിൽ സംഭവസ്ഥലത്തേക്ക് കുതിക്കുകയാണ്. പ്രതികൂല കാലാവസ്ഥയും ആഴക്കടലിലെ പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് 24 ജീവനക്കാരെയും ജീവനോടെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ. എന്നാലും ഇന്ത്യൻ തീരങ്ങളിലും അഥവാ ബംഗാൾ ഉൾക്കടൽ, അറേബ്യൻ കടൽ മേഖലകളിലൊക്കെ മുൻപും ഇതുപോലെ സമാനമായ ചരക്കുകപ്പൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2009 MV ഏഷ്യൻ ഫോറസ്റ്റ് മംഗളൂരു തീരത്തു നിന്നും 11 നോട്ടിക്കൽ മൈൽ അകലെ 13,000 ടണ്ണിലധികം അയണോറുമായി സഞ്ചരിക്കവേ ശക്തമായ കടൽക്ഷോഭത്തിൽ മുങ്ങിയൊരു സംഭവം ഉണ്ടായിരുന്നു. 2011 MV രാക്ക് കാരിയർ 60,000 ടൺ കൽക്കരിയും ആയിരക്കണക്കിന് ടൺ ഇന്ധനവുമായി മുംബൈ തീരത്തു നിന്നും 20 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് മുങ്ങിയ സംഭവം ഉണ്ടായിരുന്നു. 2010 MSC ചിത്ര MV ഖലീജ 3 കൂട്ടിയിടി ഉണ്ടായതും നമ്മൾ മറന്നിട്ടുണ്ടാവില്ല. എന്തായാലും അത് വലിയൊരു ദുരന്തമായിരുന്നു. 2023 MV എംപ്രസ് 12 അറേബ്യൻ കടലിൽ വെച്ച് യന്ത്ര തകരാറിനെ തുടർന്ന് കപ്പലിലേക്ക് വെള്ളം കയറിയ അപകടത്തിലായ സാഹചര്യം ഉണ്ടായിരുന്നു. 2021 MV MSC എൽസ 3 കേരള തീരത്തോട് ചേർന്ന് കൊച്ചിക്ക് സമീപം സാങ്കേതിക തകരാറുകൾ മൂലം കടൽക്ഷോഭത്തിലും അപകടാവസ്ഥയിലായതും വലിയ വാർത്തയായിരുന്നു. എന്തായാലും സമാനമായൊരു ദുരന്തം തന്നെയാണ് ഒഡീഷ തീരത്ത് സംഭവിച്ചിരിക്കുന്നത്.